PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എന്നാൽ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? ഉത്തരം വൈസ് പ്രസിഡന്റിന്. രണ്ടാമത്തെ ചോദ്യം: ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം? ഉത്തരം ആർട്ടിക്കിൾ 63. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം? ഉത്തരം നൈനിറ്റാൾ. നാലാമത്തെ ചോദ്യം: റൂൾസ് കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ ആര്? ഉത്തരം സ്പീക്കർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഭരണഘടന. ആറാമത്തെ ചോദ്യം: വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹേബിയസ് കോർപ്പസ്. ഏഴാമത്തെ ചോദ്യം: കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം 370. എട്ടാമത്തെ ചോദ്യം: ശിവസേന ഏതു സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? ഉത്തരം മഹാരാഷ്ട്ര. ഒൻപതാമത്തെ ചോദ്യം: കൂട്ടുത്തരവാദിത്വം എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചത്? ഉത്തരം ബ്രിട്ടൻ. പത്താമത്തെ ചോദ്യം: കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരംഗത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടതാര്? ഉത്തരം സ്പീക്കർ. 11ാമത്തെ ചോദ്യം: സംസ്ഥാനത്തിൻ്റെ നിർവഹണ അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഉത്തരം ഗവർണർ. 12ാമത്തെ ചോദ്യം: സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ്? ഉത്തരം ഗവർണർ. 13ാമത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് പരമാവധി എത്ര അംഗങ്ങളാകാം? ഉത്തരം 530. 14ാമത്തെ ചോദ്യം: സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത്? ഉത്തരം സ്പീക്കർ അപ്പോൾ നാമനിർദ്ദേശം ചെയ്യുന്ന 6 പേരുടെ പാനലിൽ നിന്ന് ഒരംഗം. 15ാമത്തെ ചോദ്യം: ലോക്സഭയുടെ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്ന ആദ്യ ജഡ്ജി? ഉത്തരം വി രാമസ്വാമി. 16ാമത്തെ ചോദ്യം: ലോക്സഭയുടെ ക്വാറം? ഉത്തരം 55 അംഗങ്ങൾ, സഭാ അധ്യക്ഷൻ ഉൾപ്പെടെ, അതായത് മൊത്തം അംഗസംഖ്യയുടെ 10%. 17ാമത്തെ ചോദ്യം: കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആര്? ഉത്തരം ലഫ്റ്റനന്റ് ഗവർണർ. 18ാമത്തെ ചോദ്യം: ഒരു ബിൽ മണി ബിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്? ഉത്തരം സ്പീക്കർ. 19ാമത്തെ ചോദ്യം: ഒരു ലോകസഭാ അംഗത്തിന് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസംഗിക്കാൻ അറിയില്ല എങ്കിൽ മാതൃഭാഷയിൽ സഭയിൽ പ്രസംഗിക്കാൻ അനുമതി നൽകാൻ ആർക്കാണ് അധികാരം? ഉത്തരം സ്പീക്കർ. 20ാമത്തെ ചോദ്യം: വസ്തുകരം അടയ്ക്കേണ്ടത് എവിടെ? ഉത്തരം വില്ലേജ് ഓഫീസിൽ. 21ാമത്തെ ചോദ്യം: സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം? ഉത്തരം 65 വയസ്സ്. 22ാമത്തെ ചോദ്യം: ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആസ്ഥാനം? ഉത്തരം അഹമ്മദാബാദ്. 23ാമത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ? ഉത്തരം ചീഫ് സെക്രട്ടറി. 24ാമത്തെ ചോദ്യം: സംസ്ഥാനങ്ങളിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥൻ? ഉത്തരം അഡ്വക്കേറ്റ് ജനറൽ. 25ാമത്തെ ചോദ്യം: സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ ആരാണ്? ഉത്തരം ഗവർണർ. 26ാമത്തെ ചോദ്യം: ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ്? ഉത്തരം സുപ്രീം കോടതി. 27ാമത്തെ ചോദ്യം: ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത്? ഉത്തരം USA. 28ാമത്തെ ചോദ്യം: പൊതുധനത്തിൻ്റെ കാവൽ നായ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 29ാമത്തെ ചോദ്യം: ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? ഉത്തരം 50. 30ാമത്തെ ചോദ്യം: ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായ ഏക വ്യക്തി? ഉത്തരം LK അദ്വാനി. 31ാമത്തെ ചോദ്യം: ലോക്സഭയുടെ അല്ലെങ്കിൽ നിയമസഭയുടെ അധ്യക്ഷൻ? ഉത്തരം സ്പീക്കർ. 32ാമത്തെ ചോദ്യം: ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത്? ഉത്തരം സ്പീക്കർക്ക്. 33ാമത്തെ ചോദ്യം: ടേബിൾ ഓഫ് പ്രസിഡൻസ് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പദവിയുള്ളത് ആർക്കാണ്? ഉത്തരം ഗവർണർ. 34ാമത്തെ ചോദ്യം:
ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഉത്തരം 352. 35-ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ. ഉത്തരം പ്രധാനമന്ത്രി. 36-ാമത്തെ ചോദ്യം. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ. ഉത്തരം 9. 37-ാമത്തെ ചോദ്യം. ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത്. ഉത്തരം രാഷ്ട്രപതി. 38-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത്. ഉത്തരം സുപ്രീം കോടതി. 39-ാമത്തെ ചോദ്യം. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത്. ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 40-ാമത്തെ ചോദ്യം. പൊതു മാപ്പ് കൊടുക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത്. ആർട്ടിക്കിൾ 22 പ്രകാരം. 41-ാമത്തെ ചോദ്യം. ഏത് സമുദായത്തിൽപ്പെട്ടവരെയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുള്ളത്. ഉത്തരം ആംഗ്ലോ ഇന്ത്യൻ. 42-ാമത്തെ ചോദ്യം. വനം പരിസ്ഥിതി പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി. ഉത്തരം കൽക്കട്ട. 43-ാമത്തെ ചോദ്യം. സർക്കാരിയ കമ്മീഷൻ എന്തിനെ പറ്റിയാണ് പഠനം നടത്തിയത്. ഉത്തരം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. 44-ാമത്തെ ചോദ്യം. മാനവ് അധികാർ ഭവൻ ഏതു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാണ്. ഉത്തരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 45-ാമത്തെ ചോദ്യം. സ്ഥാനമാനങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിക്കാതെ എല്ലാവർക്കും നിയമത്തിൻ്റെ മുന്നിൽ തുല്യ പരിഗണന നൽകുക എന്നതാണ്. ഉത്തരം സമത്വം. 46-ാമത്തെ ചോദ്യം. ലോകസഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് ആര്. ഉത്തരം സ്പീക്കർ. 47-ാമത്തെ ചോദ്യം. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. ഉത്തരം 7. 48-ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധിയിൽ വരുന്ന ഹൈക്കോടതി. ഉത്തരം ഗുവാഹത്തി. 49-ാമത്തെ ചോദ്യം. വിദേശാക്രമണം, സായുധ കലാപം എന്നിവയുണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത്. ആർട്ടിക്കിൾ 352 പ്രകാരം. 50-ാമത്തെ ചോദ്യം. ഗവർണറുടെ അസാന്നിധ്യത്തിൽ ചുമതല വഹിക്കുന്നത്. ഉത്തരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.